ചരിത്രത്തിൽ ഇടം പിടിക്കേണ്ടിയിരുന്ന ഒരു പാർട്ടി ഇന്ന് സ്വന്തം അണികളുടെ രോഷത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. 10 വർഷത്തെ ഭരണത്തിന് ശേഷം CPM കേരളത്തിൽ നിലം പരിശായപ്പോൾ അത് വെറുമൊരു തിരഞ്ഞെടുപ്പ് പരാജയമായിരുന്നില്ല, മറിച്ച് പിണറായി വിജയൻ എന്ന നേതാവിന്റെയും അദ്ദേഹത്തിന് കുടപിടിക്കുന്ന ഒരുപറ്റം നേതൃത്വത്തിന്റെയും ധാർഷ്ട്യത്തിന് ജനങ്ങളും അണികളും നൽകിയ കണക്കുതീർക്കലാണ്. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം മുതൽ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റികളിൽ നടക്കുന്നത് അവലോകനങ്ങളല്ല, മറിച്ച് നേതൃത്വത്തിന്റെ നെഞ്ചത്ത് ആനടിക്കുന്ന അണികളുടെ പൊട്ടിത്തെറിയാണ്. വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ അമർഷം ഇന്ന് അണികൾ തുറന്നടിക്കുകയാണ്. MA ബേബി, MV ഗോവിന്ദൻ, പിണറായി വിജയൻ, ഈ മൂവർ സംഘം പാർട്ടിയെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? എന്തുകൊണ്ട് പാർട്ടിക്ക് ഈ ഗതി വന്നു? സഖാക്കൾ പറയാൻ പേടിച്ച സത്യങ്ങൾ, നേതാക്കൾ ഒളിച്ചുവെച്ച അബദ്ധങ്ങൾ എല്ലാം ഇന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇത് വെറുമൊരു വിശകലനമല്ല, CPMന്റെ തകർച്ചയുടെ ഉള്ളുകളികളാണ്. ഭരണവിരുദ്ധതയും ധാർഷ്ട്യവും 10 വർഷം ഭരിച്ചിട്ടും എന്തുകൊണ്ട് ജനം ചുവപ്പൻ കൊടിയെ തള്ളിക്കളഞ്ഞു? ഒന്നാമത്തെ കാരണം ഭരണത്തിന്റെ അഹങ്കാരമാണ്. നികുതിഭാരം കൊണ്ട് ജനങ്ങളെ നിരിച്ചപ്പോൾ പിണറായി സർക്കാർ പറഞ്ഞത് ഇതൊക്കെ വികസനത്തിന് വേണ്ടിയാണെന്നാണ്. ജനത്തെ വിശ്വാസത്തിലെടുക്കാതെ അവരുടെ ജീവിതം ദുസ്സഹമാക്കി മുന്നോട്ട് പോയതിന്റെ തിരിച്ചടിയാണ് ഈ പരാജയം. വികസനം എന്ന പേരിൽ പണിതതൊക്കെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ജനത്തിന്റെ മനസ്സിൽ പാർട്ടി തകർന്നു കഴിഞ്ഞിരിക്കുന്നു. നേതാക്കൾക്ക് അണികളോട് സംസാരിക്കാൻ സമയമില്ലായിരുന്നു. മന്ത്രിമാർക്ക് ജനങ്ങളോട് മറുപടി പറയാൻ മനസ്സ് വന്നില്ല. ഈ അഹങ്കാരത്തിന് ജനം കൊടുത്ത മറുപടിയാണ് ഇന്നത്തെ ഈ തകർച്ച. ഇനി പിണറായി വിജയന്റെ കാര്യം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എല്ലാവരും തുല്യരാണ് എന്നാണ് വെപ്പ്. എന്നാൽ പിണറായി വിജയൻ പാർട്ടിക്ക് മുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാത്ത നിയമങ്ങളായി. ഞാൻ പറഞ്ഞാൽ അതാണ് പാർട്ടി എന്ന ശൈലി അണികളിൽ വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയത്. പോളിറ്റ് ബ്യൂറോ പോലും പിണറായിക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹം കൊണ്ടുവന്ന പല നയങ്ങളും പാർട്ടിയുടെ അടിസ്ഥാന ആശയങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. പിണറായിയുടെ ധാർഷ്ട്യം അണികളെ പാർട്ടിയിൽ നിന്ന് അകറ്റി. ഭരണാധികാരി എന്ന നിലയിൽ പിണറായി സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് പറയാൻ ഇന്ന് സ്വന്തം അണികൾ പോലും മടിക്കുന്നില്ല. ഇനി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ കാര്യം എടുത്തു നോക്കൂ. ഗോവിന്ദൻ പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹം ആരുടെ സെക്രട്ടറിയാണ്? പാർട്ടിയുടേതോ അതോ പിണറായി വിജയന്റേതോ? പിണറായി എന്ത് അബദ്ധം കാണിച്ചാലും അതിനെ ന്യായീകരിക്കാൻ പാടുപെടുന്ന ഒരു വെറും യസ്മാനായി അദ്ദേഹം മാറി. പാർട്ടിയിൽ ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചാണ് അദ്ദേഹം വന്നത്. എന്നാൽ ഫലത്തിൽ നടന്നതെന്ത്? അണികളുടെ അഭിപ്രായങ്ങളെ തള്ളിക്കളയുകയും പിണറായിയുടെ കാര്യങ്ങൾക്ക് കാവൽ നിൽക്കുകയും മാത്രമാണ് അദ്ദേഹം ചെയ്തത്. സ്വന്തം ജില്ലയിൽ പോലും പാർട്ടിക്ക് അടിപതറിയപ്പോൾ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം പൂർണ്ണ പരാജയമായി. അണികൾക്ക് ഗോവിന്ദൻ മാഷിനോട് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമായിരുന്നു: നിങ്ങൾക്കില്ലാത്തത് നട്ടല്ലോ അതോ ആത്മാഭിമാനമോ? പിന്നെ ഇനി നമ്മുടെ MA ബേബി പോളിറ്റ് ബ്യൂറോയിൽ ഇരുന്നു കൊണ്ട് കേരളത്തിലെ കാര്യങ്ങളിൽ ഒരു തിരുത്തൽ നടപടിയെടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞോ? ഇല്ല. ഡൽഹിയിലെ എയർ കണ്ടീഷണർ മുറിയിൽ ഇരുന്നു കൊണ്ട് വിപ്ലവം പ്രസംഗിക്കാൻ എളുപ്പമാണ്. എന്നാൽ കേരളത്തിലെ അണികൾ അനുഭവിച്ച വേദന അദ്ദേഹം അറിഞ്ഞില്ല. ബേബി സഖാവിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പിണറായിക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ചതുകൊണ്ടാണ് പാർട്ടിക്ക് ഈ ഗതി വന്നത്. ഇത്രയും കഴിവ് കെട്ട ഒരു നേതൃത്വം CPMന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പാർട്ടി തിരുത്തണം എന്ന് പറയുന്ന ബേബി ആദ്യം തിരുത്തേണ്ടത് സ്വന്തം പരാജയമാണ്. കഴിവുള്ള എത്രയോ ആൾക്കാർ പുറത്തു നിൽക്കുമ്പോൾ ഇന്നും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിച്ചു തൂങ്ങുന്ന ഇവരെ പോലെയുള്ളവരല്ലേ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ശത്രുക്കൾ? തുറന്നു പറച്ചിലുകളുടെ കാലം. ഏറ്റവും വലിയ മാറ്റം അണികളുടെ മനോഭാവത്തിലാണ്. പണ്ട് നേതൃത്വത്തിന്റെ ക്ലാസുകൾ കേട്ട് കണ്ണു മടച്ച് വിശ്വസിച്ചിരുന്നവരാണ് ഇന്നത്തെ സഖാക്കൾ. എന്തുകൊണ്ടാണ് ആ മാറ്റം? കാരണം പിണറായി ഭരണത്തിന്റെ പരാജയം സ്വന്തം ജീവിതത്തിൽ അവർ അനുഭവിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ നേതൃത്വത്തിന്റെ വിപ്ലവ മുഖംമൂടി അഴിഞ്ഞു വീണു. അന്ന് മിണ്ടാതിരുന്നത് പേടികൊണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അത് മടുപ്പാണ്. ബൂത്ത് തലത്തിൽ ഒരു സഖാവിന് പോലും ഇന്നത്തെ നേതൃത്വത്തെ വിശ്വാസമില്ല. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടപ്പോൾ ഇവർ അധികാരത്തിന് വേണ്ടി നാട് വിറ്റു എന്ന് ജില്ലാ കമ്മിറ്റികൾ പോലും മുഖത്ത് നോക്കി ഇപ്പോൾ ചോദിക്കുകയാണ്. പേടിയുടെ ആ ചങ്ങല സഖാക്കൾ പൊട്ടിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും വലിയ പരിഹാസമാണ് പിണറായി വിജയനെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കിയത്. ജനങ്ങൾ ഇത്രയും വെറുത്ത ഒരു നേതാവിനെ വീണ്ടും പ്രതിപക്ഷ നിരയുടെ മുന്നിൽ നിരത്തുമ്പോൾ അണികൾ ചോദിക്കുന്നു, ഇതാണോ പാർട്ടിയുടെ തന്ത്രം അതോ കേരളത്തിലെ പാർട്ടി ഇല്ലാതാക്കാനുള്ള തിരക്കഥയോ? പ്രതിപക്ഷ നേതാവാകാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത പിണറായിയെ ചുമക്കുന്നതിലൂടെ പാർട്ടി നേതൃത്വം അണികളുടെ മുഖത്ത് നോക്കി തുപ്പുകയാണ്. പ്രതിപക്ഷത്തിരുന്ന് സർക്കാരിനെ തിരുത്താൻ പോയിട്ട് സ്വന്തം പാർട്ടിയിലെ അണികളുടെ ശബ്ദം കേൾക്കാൻ കഴിയാത്ത പിണറായി എന്തിനാണ് ചുമക്കുന്നത് എന്ന് അണികൾ ചോദിക്കുകയാണ്.
ഈ തീരുമാനത്തിന് പിന്നിൽ ജനാധിപത്യമല്ല, മറിച്ച് പിണറായിയോടുള്ള അടിമത്തം മാത്രമാണെന്ന് കീഴ്ഘടകങ്ങൾ പരസ്യമായി വിമർശിക്കുകയാണ്. ഇനി എം വി ഗോവിന്ദന്റെയും എം എ ബേബിയും ഇപ്പോഴും പഴയ പല്ലവി തന്നെ പാടുകയാണ്. തെറ്റുകൾ തിരുത്തും, ശൈലി മാറ്റും. അണികൾ ചോദിക്കുന്നു, നിങ്ങൾക്കൊരു നാണവുമില്ലേ? എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയിരുന്നിട്ടും പിണറായിയുടെ കസേരയ്ക്ക് കാവൽ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എം എ ബേബി ഡൽഹിയിൽ ഇരുന്ന് തത്വചിന്തകൾ പറയുമ്പോൾ ഇവിടെ ബൂത്ത് കമ്മിറ്റികളിൽ അണികൾ തമ്മിൽ തല്ലുകയാണ്. നേതാക്കൾക്ക് അണികളുടെ രോഷം കാണാൻ സമയമില്ല. അവർക്ക് വേണ്ടത് പിണറായിയുടെ കൃപയും തുടർഭരണത്തിന്റെ സ്വപ്നങ്ങളുമാണ്. എന്നാൽ അണികൾ ഇന്ന് ആ സ്വപ്നം തകർത്തു കഴിഞ്ഞു. നേതൃത്വം ഇനിയും മാറാൻ തയ്യാറായില്ലെങ്കിൽ താഴെത്തട്ടിൽ നിന്ന് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് അണികൾ പരസ്യമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇനി ഇതിനിടയിലാണ് എം എ ബേബി PV-യിൽ ഇരുന്ന് വലിയ കാര്യങ്ങൾ പറയുന്ന ബേബി യഥാർത്ഥത്തിൽ ഇരുവർക്കുമിടയിൽ പുകമറ സൃഷ്ടിക്കുകയാണ്. കേരളത്തിലെ സ്ഥിതിഗതികൾ മോശമാണെന്ന് ഡൽഹിയിൽ റിപ്പോർട്ട് നൽകിയ ബേബി പിണറായിയുടെ ധാർഷ്ട്യത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. എന്നാൽ കേരളത്തിലെത്തുമ്പോൾ അദ്ദേഹം വളരെ നൈസായിട്ട് ഗോവിന്ദൻ മാഷിനെ വിമർശിക്കുന്നു. പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് ബേബി തടി തപ്പാൻ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ പിണറായിക്ക് മുന്നിൽ മുട്ടുമടക്കിയ ബേബിയുടെ ഭീരുത്വമാണ് അണികൾ തിരിച്ചറിയുന്നത്. പിണറായിക്കും ഗോവിന്ദനും ഇടയിൽ നിന്ന് സ്വന്തം സ്ഥാനം മാത്രം നോക്കുന്ന ബേബിയെ അണികൾ ഇന്ന് സംശയത്തോടെയാണ് നോക്കുന്നത്. ഇങ്ങനെ പരസ്പരം പഴിചാരി ഈ കസേരകൾ നിലനിർത്താമെന്ന് വിചാരിച്ചാൽ സഖാക്കൾ അനുവദിക്കില്ല. പിണറായിയും ഗോവിന്ദനും ബേബിയും തമ്മിലുള്ള ഈ തമ്മിലടി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. ഇവർ ഇനിയും ഒത്തുകളി തുടരുകയാണെങ്കിൽ പാർട്ടിയുടെ അന്ത്യം വളരെ വേഗത്തിലാകും. അണികൾ ഇന്ന് ഉണർന്നിരിക്കുകയാണ്. പേടിയില്ലാത്ത ഒരു തലമുറ പാർട്ടിയെ ശുദ്ധീകരിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഈ നേതാക്കളെ പുറത്താക്കി പാർട്ടിയെ തിരിച്ചുപിടിക്കുക എന്നത് മാത്രമായിരിക്കും ഇനി അവരുടെ ഒരു ലക്ഷ്യം. ഇത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലാപമാണ്. പക്ഷേ ഈ കലാപം അവസാനിക്കേണ്ടത് ഈ നേതാക്കളുടെ പടിയിറക്കത്തിലായിരിക്കും. ഈ നേതാക്കളുടെ പരസ്പര പഴിചാരൽ കണ്ട് ബൂത്ത് കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലും അണികൾക്ക് നിയന്ത്രണം വിട്ടിരിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ തല്ലി പാർട്ടിയെ ഇല്ലാതാക്കുമ്പോൾ ഞങ്ങൾ എന്തിന് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണം എന്ന ചോദ്യം ഇന്ന് ജില്ലാ കമ്മിറ്റികളിൽ ഉയരുകയാണ്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതിനെതിരെ ബൂത്ത് തലത്തിൽ പോലും സഖാക്കൾ പ്രമേയം അവതരിപ്പിക്കുകയാണ്. അന്ന് പേടിച്ചിരുന്ന അണികൾ ഇന്ന് ഭയമില്ലാതെ ചോദിക്കുന്നു, നിങ്ങളല്ലേ പാർട്ടിയുടെ ശത്രുക്കൾ? പിണറായിയുടെ ധാർഷ്ട്യത്തെക്കാൾ വലിയ വിപത്തായി അണികൾ ഇന്ന് കാണുന്നത് ഈ നേതാക്കളുടെ തമ്മിലടിയാണ്. പിണറായി വിജയൻ, എം വി ഗോവിന്ദൻ, എം എ ബേബി ഈ മൂവർ സംഘം ഇന്ന് പാർട്ടിയെ അവരുടെ വ്യക്തിപരമായ അജണ്ടകൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. പരസ്പരം പഴിചാരിയും അണികളുടെ രോഷം കണ്ടില്ലെന്ന് നടിച്ചും ഇവർക്ക് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. ചരിത്രം നാളെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രം: ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഏത് പ്രസ്ഥാനവും കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെടും. അണികളിൽ നിന്നും അകന്നു പോയ ഒരു നേതൃത്വത്തിന് ഒരിക്കലും പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ഇനി വരാനിരിക്കുന്നത് പാർട്ടി സമ്മേളനങ്ങളാണ്. ഇതൊരു പതിവ് ചടങ്ങല്ല. ഇത് CPM-ന്റെ അവസാനത്തെ അഗ്നി പരീക്ഷയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.